ഇത് വാഴയിൽ കാണുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്. കാൽഷ്യം ഡെഫിഷ്യൻസി അതായത് വാഴയുടെ ഇല ചുക്കി ചുളുങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. ഇത് കൂടുതലായിട്ട് വാഴയിൽ കാണുമ്പോൾ കാൽഷ്യം പ്ലസ് ബോറോൺ ഡെഫിഷ്യൻസി രണ്ടുമാണ് കാണുന്നത്. കാരണം ബോറോൺ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേന് വെള്ളത്തിരി പോലെ ഇല നിൽക്കുന്നു. അതേപോലെ അർക്കവാള് പോലാണ് നമ്മുടെ കൂമ്പല നിൽക്കുന്നത്, വിരിയാതെ. ഇത് കൂടുതലായിട്ട് വാഴയിൽ കാണുന്നത്. കാൽഷ്യം നമ്മൾ കൊടുക്കാതിരിക്കുമ്പം ബോറോൺ അബ്സോർപ്ഷൻ കുറയും ചെടിയിൽ. അപ്പോൾ നമ്മൾ കാൽഷ്യം കൊടുത്തിട്ട് ബോറോണും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കാരണമാണ് ഈ കൂടുതലായിട്ട് കാൽഷ്യം ബോറോൺ ഡെഫിഷ്യൻസി വാഴയിൽ കാണുന്നത്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് തളിരിലയിലും ബോറോണും തളിരിലയിലാണ് കാണുന്നത്. ബൊറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ വെള്ളത്തിരി പോലെ കാണുന്നത്. അതേപോലെ കാൽഷ്യം ഇല തടിച്ചു വരിക, അതേപോലെ അർക്കവാള് പോലെ നിൽക്കുന്ന ഈ രണ്ട് സിംറ്റവും നമ്മുടെ ഈ വാഴയിൽ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടത്, വാഴ നടുമ്പോൾ തന്നെ വാഴക്കുഴി ഒന്നിന് കുമ്മായം 500 ഗ്രാം കുമ്മായം ഒരു കുഴിക്ക് കൊടുക്കുക. പക്ഷേ ഒരു കുഴിക്ക് 500 ഗ്രാം കുമ്മായം മാത്രം കൊടുത്താൽ പോരാ. അമ്ലത്വം രൂക്ഷമാകുമ്പോൾ വീണ്ടും നമ്മൾ 2 ആഴ്ച ഇടവിട്ട് 200 ഗ്രാം വെച്ച് കുമ്മായം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാൽഷ്യം നൈട്രേറ്റ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ കൊടുക്കുക. ഇതാണ് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നെയ്തുപോലെ, അതായത് ഇല കട്ടി പിടിച്ച് ചുക്കി ചുളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ കൊടുത്തതിന് ശേഷം നമുക്ക് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് ബോറോൺ സ്പ്രേ കൊടുക്കാം. അതായത് മാർക്കറ്റിൽ ബൊറാക്സ് അല്ലെ സോളിബർ 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ കൊടുക്കാവുന്നതാണ്. കുമ്മായം ചെയ്തതിന് ശേഷം അഥവാ നമുക്ക് ബനാന സ്പെഷ്യലാണ് കിട്ടുന്നതെങ്കിൽ ബനാന സ്പെഷ്യൽ കൊടുത്താൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം തന്നെ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബോറോൺ അതിൽ തന്നെ വരും. ബനാന സ്പെഷ്യൽ 5 ഗ്രാംസ് പെർ ലിറ്റർ കൊടുക്കാം.